नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतम् पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम പഞ്ചമസ്കന്ധം 6ാമത്തെ അധ്യായം ശ്ലോകം 14 മുതൽ 18 വരെ വായിക്കാം. അഹോനുവംശോ യശസാവദാത പ്രയവ്രതോ യത്ര പുമാൻ പുരാണഃ കൃതാവതാര പുരുഷ സ ആദ്യ ചചാര ധർമ്മം യദ കർമ്മ ഹേതും കോന്യസ്യാകാഷ്ഠാമപരോ ന ഗച്ഛേത് മനോരഥേനാപ്യഭവസ്യ യോഗി യോ യോഗമായാ സ്പൃഹയത്യുദസ്ഥഃ ह्यस्य येन कृतप्रयत्ना। इतिहास्मा सकलवेदलोक देवब्राह्मणगवां परमगुरोर्भगवद वृषभाख्यस्य विशुद्धाचरितमीरिदं पुंसां समस्तदुश्चरिताभिहरणं परममहामङ्गलायनम् इदम् अनुश्रद्धयोपजितं यानुशृणोत्याश्रावयति वावहितो भगवती तस्मिन् वासुदेव एकान्ततो भक्तिर्नयोरपि समनुवर्तते। यस्यामेवा कवया आत्मानम् अविरतं विविध वृजिन संसार परितापोपदप्याममनं सवनं स्नापयन्तस्तयैव परया निर्वृत्यानि अपवर्गमात्यन्तिकम् परमपुरुषार्थमपि स्वयमासादितं नो एवाद्रियन्ते भगवती यत्त्वेनैव परिसमाप्ता सर्वार्थाः। राजन् पतिर्गुरुरलं भवतां यदूनां दैवं प्रिया कुलपति क्वचा किङ्करो वा अस्त्वेवमङ्गा भगवान् भजतां मुकुन्दो मुक्तिं ददाति कर्हिचित् स्मान भक्तियोगम्। विवर्तनं वाയിച്ചോളൂ. हरे कृष्ण प्रभुजी. यमुना माताजी वाയിച്ചു. हरे कृष्ण. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. ശ്രീമദ്ഭാഗവതം സ്കന്ധം 5 അധ്യായം 6. ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ. ശ്ലോകം 14. അഹോനുവംശോ യശതാവദാതഃ പ്രയവ്രതോ യത്ര പുമാൻ പുരാണഃ വൃഥാവതാര പുരുഷ സാധ്യ ചചാര ധർമ്മം
യഥാ കർമ്മഹേതും. വിവർത്തനം: പരിശുദ്ധവും അതിപ്രശസ്തവുമായ പ്രിയവ്രതന്റെ കുലത്തെപ്പറ്റി ഞാൻ എന്തു പറയാൻ? പരമോന്നതനായ വ്യക്തി, യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ആ കുലത്തിലൂടെ ഒരവതാരമായി ഇറങ്ങി വരികയും ഒരുവനെ ഫലേച്ഛാ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് മുക്തനാക്കുന്ന ധാർമ്മിക തത്വങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ശ്ലോകം 15. കോനസ്യ കാഷ്ടാമപരോനുഗച്ഛേത് മനോരഥേനാഭ്യ അഭവസ്യ യോഗി യോ യോഗമായാ സ്പൃഹയത്യുദക്താഹ്യസത്തയായേന കൃതപ്രയത്നാഃ. ഋഷഭദേവന്റെ മാതൃകകൾ പിന്തുടരാൻ ഏത് അഷ്ടാംഗ യോഗിക്കാണ് കഴിയുക? മറ്റ് യോഗികൾ ഏത് യോഗ പരിപൂർണതകൾ ആർജിക്കുവാൻ വേണ്ടിയാണോ കാത്തുകെട്ടി കിടക്കുന്നത്, ആ പരിപൂർണതകളൊക്കെ ഋഷഭദേവൻ തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള ഋഷഭദേവനോട് താരതമ്യം ചെയ്യപ്പെടുവാൻ ഏത് യോഗിയാണുള്ളത്? ശ്ലോകം 16. ഇതീഹസ്മ സകല വേദലോകദേവ ബ്രാഹ്മണ ഗവാം പരമഗുരോർഭഗവത ഋഷഭാഖ്യസ്യ വിശുദ്ധാചരിത മീരീതം പുംസാം സമസ്തതുച്ഛരിതാഭിഹരണം പരമമഹാമംഗളായ നമിതമനുമശ്രദ്ധയോ ഉപജിതയാനുശൃണോത്യ ശ്രാവയതീവ അവഹിതോ ഭഗവതി തസ്മിൻ വാസുദേവ ഏകാന്തതോ ഭക്തിരനയോരഭി സമനുവർത്തതേ. വിവർത്തനം: ശുകദേവ ഗോസ്വാമി തുടർന്നു: ഋഷഭദേവൻ എല്ലാ വൈദിക ജ്ഞാനങ്ങളുടെയും മനുഷ്യജീവികളുടെയും ദേവന്മാരുടെയും ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ഗുരുവായിരുന്നു. എല്ലാ ജീവസത്തകളുടെയും പാപപ്രവൃത്തികൾ തുടച്ചു നീക്കുന്ന അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ അതീന്ദ്രിയ കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. ഋഷഭദേവന്റെ ലീലകളുടെ ഈ വർണ്ണനകൾ എല്ലാ മംഗളകാര്യങ്ങളുടെയും സംഭരണിയാണ്. ആചാര്യന്മാരുടെ കാലടികൾ പിന്തുടർന്ന് അവ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും പറയുകയും ചെയ്യുന്ന ആരും തീർച്ചയായും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ പങ്കജപാദങ്ങളുടെ ഭക്തിയുത സേവനം നേടും. ശ്ലോകം 17. യസ്യാമേവ കവയ ആത്മാനമവിരഥം വിവിധ വ്യജിന സംസാര പരിതാപോ ഉപദഭ്യമാനാനുസവനം സ്നാപയന്തസ്തയൈവ പരയാ നിർവൃത്യാഹ്യപവർഗമാത്യന്തികം പരമപുരുഷാർത്ഥം അഭിസ്വയമാസാദിതം നോ ഏവാദിയന്തേ ഭഗവദീയത്വേനൈവ പരിസമാപ്ത സർവാർത്ഥാഃ. ഭൗതിക അസ്തിത്വത്തിന്റെ നാനാവിധ കുഴപ്പങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ഭക്തന്മാർ സ്വയം ഭക്തിയുത സേവനത്തിൽ സ്നാനം ചെയ്യുന്നു. ഇപ്രകാരം വർത്തിക്കുന്നതു നിമിത്തം ഭക്തന്മാർ പരമോന്നത പരമാനന്ദം ആസ്വദിക്കുകയും മുക്തിയുടെ മൂർത്തരൂപം അവരെ സേവിക്കാൻ വരികയും ചെയ്യുന്നു. എന്നിരുന്നാലും ആ സേവനം അവർ സ്വീകരിക്കുന്നില്ല. അത് വാഗ്ദാനം ചെയ്യുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെങ്കിൽ പോലും. ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുത സേവനം പ്രാപ്തമാകുന്നതോടെ എല്ലാം നേടിക്കഴിയുന്നതിനാലും ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളെയും അതീന്ദ്രീകരിക്കുന്നതിനാലും ഭക്തന്മാർ മുക്തിക്ക് കാര്യമായ പ്രാധാന്യം നൽകുന്നില്ല. ശ്ലോകം 18. രാജൻ പതിർഗുരുരലം ഭവതാം യതൂനാം ദൈവം പ്രിയ കുലപതി കുശ കിങ്കരോവ അസ്തേവമംഘ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കർഹിചിത് സ്മനഭക്തിയോഗം. ശുകദേവ ഗോസ്വാമി തുടർന്നു: എന്റെ പ്രിയപ്പെട്ട രാജാവേ, പരമോന്നത വ്യക്തിയായ മുകുന്ദനാണ് വാസ്തവത്തിൽ പാണ്ഡവ യാദവ കുലങ്ങളിലെ എല്ലാ അംഗങ്ങളുടെയും സംരക്ഷകൻ. അദ്ദേഹം നിങ്ങളുടെ ആധ്യാത്മിക ഗുരുവും ആരാധ്യാർഹനായ മൂർത്തിയും സുഹൃത്തും നിങ്ങളുടെ കർമ്മങ്ങളുടെ നായകനുമാകുന്നു. ഇതേക്കുറിച്ച് എന്തോ പറയാൻ. അദ്ദേഹം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്ദേശവാഹകനായും ഭൃത്യനായും സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം നിങ്ങളുടെ ഒരു സമാധാന
നിങ്ങളുടെ ഒരു സാധാരണ സേവകനെ പോലെ വർത്തിക്കുന്നു എന്നർത്ഥം. മോക്ഷത്തിന് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിൽ മുഴുകുന്ന ഒരാൾക്ക് അത് വളരെ എളുപ്പം നേടാൻ സാധിക്കും. പക്ഷേ തനിക്ക് നേരിട്ട് സേവനം അനുഷ്ഠിക്കാനുള്ള അവസരം അദ്ദേഹം ആർക്കും അത്ര എളുപ്പം നൽകാറില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രവൃത്തി. ഹരേ കൃഷ്ണ. താങ്ക് യു യമുന മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ശുകദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഋഷഭദേവന്റെ ദിവ്യമായിട്ടുള്ള ലീലകളെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു. അതിനുശേഷം 13ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതവർഷത്തിന്റെ മഹത്വം ശുകദേവ് ബ്രഹ്മർഷി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച്, സപ്തദ്വീപുകളെ അപേക്ഷിച്ച് ഭാരതവർഷം അതിപുണ്യം, വളരെ കൂടുതൽ, ദ്വീപേഷു വർഷേഷു അതിപുണ്യമേത്, ഭാരതവർഷം വളരെ പുണ്യമേറിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഭാരതവർഷത്തിൽ ജനിക്കുന്നവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗായന്തി യത്രത്യ ജനാ മുരാരൈ, ഭഗവാൻ മുരാരിയുടെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളെ കുറിച്ച് ശ്രവിക്കാനും അത് കീർത്തിക്കാനുമുള്ള അവസരം ഈ ഭാരതവർഷത്തിൽ സുലഭമായിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരതവർഷത്തിൽ ജനിക്കുന്നവർ ഭഗവാന്റെ ലീലകളെ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യാൻ അവർക്ക് വലിയ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് വർഷങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള വർഷം ഭാരതവർഷമാണ്. സപ്തദ്വീപുകളിൽ വെച്ച് ഏറ്റവും പുണ്യവത്തായ ഭൂഭാഗം, ഭൂമിയുടെ പ്രദേശം ഭാരതവർഷമാണ് എന്ന് ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഭഗവാനെ കുറിച്ച് കീർത്തിക്കാനുള്ള, ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ കീർത്തിക്കാനുള്ള അവസരം ലഭിക്കും. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് പ്രിയവ്രതന്റെ വംശവും വളരെ കീർത്തിമത്താണ് എന്നുള്ളതാണ്. ഭഗവാൻ അവതരിച്ചതോടുകൂടി ഭഗവാൻ ഋഷഭദേവൻ പ്രിയവ്രതന്റെ വംശത്തിലാണ് അവതരിച്ചിട്ടുള്ളത്, അല്ലെ? പ്രിയവ്രതന്റെ പുത്രൻ ആഗ്നീന്ദ്രന്റെ പുത്രൻ നാഭി മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിയവ്രതന്റെ വംശവും ഭഗവാൻ അവതരിച്ചതോടുകൂടി വളരെ യശസ്കരമായി തീർന്നു, വളരെ കീർത്തിമത്തായി തീർന്നു, അതിപ്രശസ്തമായി തീർന്നു എന്ന് ശുകദേവ് ബ്രഹ്മർഷി പറയും. ഭഗവാന്റെ സാന്നിധ്യമാണ് ഏതൊരു വംശത്തെയും ഏതൊരു ഭൂഭാഗത്തെയും എന്തിനെയാണെങ്കിലും ശുദ്ധീകരിക്കുന്നത്, പ്രശസ്തമാക്കുന്നത്, യശസ്കരമാക്കുന്നത് എന്ന് ശുകദേവ് ബ്രഹ്മർഷി വിശദീകരിക്കും. പ്രിയവ്രതന്റെ വംശവും കീർത്തിമത്തായി ഋഷഭദേവൻ അവതരിച്ച് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകേണ്ടത് എന്നതിനുള്ള ഉപദേശങ്ങൾ നൽകി, അതേപോലെ അത് ആചരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രിയവ്രതന്റെ വംശം ഭഗവാൻ അവതരിച്ചിട്ടുള്ള മറ്റു വംശങ്ങളെ പോലെ പ്രശസ്തമായി തീർന്നു എന്നാണ് പറയുന്നത്. ഒരു ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതൊരു വംശവും പ്രശസ്തമാകുന്നത് ഭഗവാന്റെ സാന്നിധ്യത്താലാണ്. യദുവംശം പ്രശസ്തമായത് ഭഗവാൻ അവതരിച്ചത് കൊണ്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യദുവംശത്തിൽ അവതരിച്ചത് കൊണ്ട് യദുവംശം പ്രശസ്തമായി. അതുപോലെ സൂര്യവംശം, ഇക്ഷ്വാകു വംശം, രഘുവംശം പ്രശസ്തമായത് ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തോടു കൂടിയാണ്. ഉത്താനപാദന്റെ വംശത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്താനപാദന്റെ വംശവും പ്രശസ്തമായി, അല്ലെ? ഉത്താനപാദന്റെ വംശത്തിൽ ആരാണ് അവതരിച്ചത്? പൃഥു മഹാരാജാവ് അവതരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? പ്രിയവ്രതന്റെ സഹോദരനാണ്. ഉത്താനപാദന്റെ വംശത്തിൽ പൃഥു മഹാരാജാവായിട്ട് ഭഗവാൻ അവതരിച്ചതോടുകൂടി ഉത്താനപാദന്റെ വംശവും മഹത്തരമായി. അതുപോലെ പ്രിയവ്രതന്റെ വംശവും വളരെ പ്രശസ്തമായി എന്നാണ് ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത്. ആരാണോ ഋഷഭദേവന്റെ ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുന്നത് അവർക്കും ആ ഒരു വലിയ നേട്ടം ലഭിക്കുമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അവർക്കും ബലേച്ഛാ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായി തീരാൻ സാധിക്കും എന്ന് പറയുന്നു. എന്നാൽ സാധാരണ ഒരു മനുഷ്യന്, ഒരു സാധാരണ യോഗിക്കൊന്നും ഋഷഭദേവന്റെ പ്രവൃത്തികളെ അനുകരിക്കാൻ സാധിക്കുകയില്ല
എന്ന് 15-ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആർക്കും ഋഷഭദേവന്റെ പ്രവൃത്തികളെ അനുകരിക്കാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ യോഗികളും പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ നിലവാരത്തിലാണ്. മാത്രമല്ല അവർക്കെല്ലാവർക്കും യോഗസിദ്ധികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടാകും. അഷ്ടസിദ്ധികൾക്ക് വേണ്ടിയാണ് സാധാരണഗതിയിൽ യോഗികൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അണിമ, ലഘിമ, മഹിമ, പ്രാകാമ്യം, പ്രാപ്തി, ഈശിത്വം, വശിത്വം, കാമവസായത ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികൾക്ക് വേണ്ടിയാണ് യോഗികൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഋഷഭദേവൻ എല്ലാ യോഗ പദ്ധതികളുടെയും ആചാര്യനാണ്. അദ്ദേഹം കൈവല്യപതിയാണ്, യോഗേശ്വരനുമാണ്. ആ യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ എല്ലാ യോഗസിദ്ധികളും പൂർണ്ണമായിട്ടുള്ള വ്യക്തി ഒരിക്കലും ആ യോഗസിദ്ധികളൊന്നും പ്രകടിപ്പിച്ചില്ല. ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയോ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി അവസാന സമയത്ത് ഋഷഭദേവൻ അതൊന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭഗവാന്റെ ഭക്തി മാത്രം, ഭഗവാന്റെ ഭാവഭക്തി മാത്രം തുടർന്നു പോകും. അപ്പോൾ അദ്ദേഹം ഈ യോഗസിദ്ധികളെല്ലാം തള്ളിക്കളഞ്ഞു. സാധാരണ യോഗികൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഈ യോഗസിദ്ധികൾ നേടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സാധാരണ ഒരു യോഗികൾക്കും ഋഷഭദേവന്റെ പ്രവൃത്തികളെ അനുകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഗുരുദേവ ബ്രഹ്മർഷി പറയുന്നത്. എന്നാൽ എന്തുമാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അനുശൃണോത്യാശ്രാവയതി. ഭഗവാൻ ഋഷഭദേവന്റെ ലീലകൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ്, ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് വേണ്ടത്. അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം പരമമംഗളമായി തീരും എന്നാണ് പറയുന്നത്. പരമമഹാമംഗളയാണ് ഇതം അനുശ്രദ്ധയോപചിതം ശൃണോത്യാശ്രാവയതി. ആരാണോ ഭഗവാൻ ഋഷഭദേവന്റെ ലീലകൾ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ശ്രവിക്കുകയും ശ്രാവയന്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്, അവരുടെ ജീവിതം പരമമംഗളമായി തീരും, അവരുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതായിത്തീരും എന്നാണ് ശുകദേവ ബ്രഹ്മർഷി പറയുന്നത്. അപ്പോൾ ഋഷഭദേവന്റെ ലീലകൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ അനുകരിക്കാൻ വേണ്ടിയുള്ളതല്ല. അദ്ദേഹത്തിന്റെ ലീലകൾ ശ്രവിക്കുന്നതിനും കീർത്തിക്കുന്നതിനും അദ്ദേഹത്തിന്റെ മഹിമകൾ കീർത്തിക്കുന്നതിനും വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നതിനു വേണ്ടിയാണ് എന്നിവിടെ ശുകദേവ ബ്രഹ്മർഷി പറയുന്നത്. ആരാണോ ഭഗവാൻ ഋഷഭദേവന്റെ ലീലകൾ ശ്രവിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്, അവർക്ക് ഭഗവാൻ വാസുദേവന്റെ ഏകാന്ത ഭക്തി, ശുദ്ധമായിട്ടുള്ള ഭക്തി ലഭിക്കും എന്നുള്ളതാണ് ഈ ഋഷഭദേവന്റെ ലീലകളുടെ ഫലശ്രുതിയായിട്ട് ശുകദേവ ബ്രഹ്മർഷി പറയുന്നത്. 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവതി തസ്മിൻ വാസുദേവ ഏകാന്തതോ ഭക്തിരനയോരഭി സമനുവർത്തതേ. ആരാണോ ഭഗവാൻ ഋഷഭദേവന്റെ ലീലകൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും മറ്റു ഭക്തന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്, അവർക്ക് ഭഗവാൻ വാസുദേവന്റെ ശുദ്ധഭക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ആ ശുദ്ധഭക്തി ലഭിക്കുന്നത് അത്ര ലളിതമല്ല, അത്ര എളുപ്പമല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശുദ്ധമായിട്ടുള്ള ഭക്തി എല്ലാവിധ മുക്തിയേക്കാളും ഉപരിയാണ് എന്നടുത്ത ശ്ലോകത്തിൽ പറയും. അതുകൊണ്ട് ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കാറില്ല എന്നാണ് പറയുന്നത്. അവർക്ക് മുക്തി ലഭിച്ചാൽ പോലും അവരത് സ്വീകരിക്കുന്നില്ല. ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ അവർക്ക് മുക്തി ഭഗവാൻ കൊടുത്താൽ പോലും സ്വീകരിക്കുന്നില്ല എന്ന് ശുകദേവ ബ്രഹ്മർഷി പറയുന്നത്. മുക്തിയേക്കാൾ എത്ര ഉപരിയാണ് ഭക്തി, ഭഗവാന്റെ ഭക്തി എന്ന് പറയും. യഥാർത്ഥ ഭക്തിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മറ്റൊന്നിനും ആഗ്രഹമില്ല. അതുകൊണ്ട് അവർക്ക് മുക്തിക്ക് വേണ്ടിയും ആഗ്രഹമില്ല, മുക്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയും. കപില ഭഗവാനും ഇതേ കാര്യം പറയുന്നുണ്ട്. 5 വിധം മുക്തികൾ ഭഗവാൻ തന്നെ നൽകിയാലും ഭഗവാന്റെ ഭക്തന്മാർ അത് സ്വീകരിക്കുന്നില്ല. സാലോക്യ സാഷ്ടി സാമീപ്യ സാരോഗ്യ ഏകത്വം അഭിയുത തീയമാനാന്ന ഗൃണ്ണന്തി. അവർക്ക് കൊടുത്താലും അവർ സ്വീകരിക്കുന്നില്ല. തീയമാനാന്ന ഗൃണ്ണന്തി. അവർക്ക് മുക്തി കൊടുത്താൽ പോലും അവർ സ്വീകരിക്കുന്നില്ല. ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്ക് ഏറ്റവും വലിയ നേട്ടം കിട്ടിക്കഴിഞ്ഞു പിന്നെ അവർ മുക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിലും
ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിവരിക്കുന്നു. യം ലബ്ധാചാപരം ലാഭം മന്യതേനാധികം തഥാ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെയും ആവശ്യമില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവരൊന്നും കാണുന്നില്ല എന്ന് യോഗിമാരെ കുറിച്ച്, ഭക്തന്മാരെ കുറിച്ച് 6ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അത് ഈ ഭക്തിയെ കുറിച്ചാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ വാസുദേവന്റെ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് പോലും ആ ഭക്തന്മാർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ശുകദേവ ബ്രഹ്മർഷി പറയുന്നു. 18ാമത്തെ ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവിന്റെ വംശം വളരെയധികം പ്രശസ്തമാണ്, വളരെയധികം ഭാഗ്യമുള്ളതാണ് എന്ന് പറയും. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചിന്തിക്കുന്നുണ്ടാവും, പ്രിയവ്രതന്റെ വംശത്തിലും മറ്റു വംശങ്ങളിലും ഭഗവാൻ അവതരിച്ചു. പ്രിയവ്രതന്റെ വംശത്തിലും ഉത്താനപാദന്റെ വംശത്തിലും യദുവംശത്തിലും സൂര്യവംശത്തിലും എല്ലാം ഭഗവാൻ അവതരിച്ചു. എന്നാൽ തന്റെ ഗുരുവംശത്തിൽ ഭഗവാൻ അവതരിച്ചില്ല. അതുകൊണ്ട് തന്റെ വംശം അത്ര ഉന്നതമല്ല എന്ന് പരീക്ഷിത് മഹാരാജാവ് ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ശുകദേവ് ബ്രഹ്മർഷി പറയുന്നത്, നിങ്ങളുടെ വംശവും രാജൻ ഭതിർഗുരൂരലം ഭവതാം യദുന. യദുവിന്റെ വംശവും അങ്ങയുടെ വംശവും വളരെയധികം ഉയർന്ന വംശമാണ്. കാരണം യദുവംശത്തിൽ ഭഗവാൻ അവതരിച്ചു. നിങ്ങളുടെ വംശത്തിൽ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരായിട്ടുള്ള പാണ്ഡവർ ഉണ്ടായിരുന്നു. പാണ്ഡവരുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ വംശവും പരീക്ഷിത് മഹാരാജാവിന്റെ വംശം വളരെയധികം പുണ്യമുള്ളതാണ്, ഭാഗ്യമുള്ളതാണ്, പ്രശസ്തമാണ് എന്ന് പറയും. കാരണം എന്താണ്? പാണ്ഡവരുടെ സേവകനായിട്ട് പോലും ഭഗവാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചെയ്തു കൊടുത്തു. ദൂതനായിട്ടും സജീവനായിട്ടും മിത്രമായിട്ടും ബന്ധുവായിട്ടും എല്ലാം ഭഗവാൻ പ്രവർത്തിച്ചു. അങ്ങനെ ഭഗവാന്റെ നേരിട്ടുള്ള ഭക്തി സേവനം ചെയ്യാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭക്തി അത്ര സ്വാഭാവികമായിട്ട്, അത്ര ലളിതമായിട്ട്, അത്ര എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാൻ മുക്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. അസ്തേവമംഗ ഭഗവാൻ ഭജതാൻ മുകുന്ദോ മുക്തിം ദദാതി കർഹിച്ചിത് സ്മാന ഭക്തിയോഗം. മുക്തി ഭഗവാൻ മുകുന്ദൻ വളരെ എളുപ്പത്തിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഭക്തിയോഗം അത്ര എളുപ്പത്തിൽ കൊടുക്കുന്നില്ല. ഭഗവാന്റെ നേരിട്ടുള്ള സേവനം ഭഗവാൻ അങ്ങനെ വളരെ ദുർലഭമായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് ലഭിച്ചിട്ടുള്ളവരാണ് ആര്? നിങ്ങളുടെ പിതാമഹന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ. അതുകൊണ്ട് നിങ്ങളുടെ വംശം വളരെയധികം ഭാഗ്യമുള്ളതാണ്, വളരെയധികം പുണ്യമുള്ളതാണ് നിങ്ങളുടെ വംശം എന്ന് ശുകദേവ ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ വംശത്തെ കുറിച്ചും പറഞ്ഞവർ. ഭക്തി വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യം ശുകദേവ ബ്രഹ്മർഷിയുടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു ശ്ലോകത്തോടുകൂടി ഈ അധ്യായം പൂർണ്ണമാകുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം വായിക്കും. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ